ഏതായാലും ആകാംക്ഷയുടെ മണിക്കൂറുകൾ തന്നെയാണ്. മറ്റ് ഘടകകക്ഷികളിൽ ആരൊക്കെ മന്ത്രിസ്ഥാനത്തേക്ക് വരുമെന്ന് കൂടി നോക്കണ്ടേ. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം 2 മന്ത്രിസ്ഥാനം ചോദിക്കും. പക്ഷേ ഒരു മന്ത്രിസ്ഥാനവും ചീഫ് വിപ്പ് സ്ഥാനവും നൽകാനാണ് സാധ്യത എന്നാണ് അറിയുന്നത്. മോൻസ് ജോസഫ് ആകും കേരള കോൺഗ്രസിന്റെ മന്ത്രി. RSPയിൽ നിന്ന് ഷിബു ബേബി ജോൺ ഉണ്ടാകും. ജയിച്ചാൽ CP ജോൺ, അനൂപ് ജേക്കബ് എന്നിവരും മന്ത്രിസഭയിലേക്ക് എത്തും. മാണി സി കാപ്പനെയും പരിഗണിച്ചേക്കുമെന്ന് അറിയുന്നു. TV പ്രസാദ് നൽകും വിവരങ്ങൾ. TV പ്രസാദ് ഘടകകക്ഷികളെ എല്ലാം പരിഗണിക്കേണ്ടതുണ്ട്, ഒപ്പം സമുദായ സമവാക്യങ്ങൾ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ ആരൊക്കെ മന്ത്രിസ്ഥാനത്തേക്ക് എത്തും ഘടകകക്ഷികളിൽ നിന്ന് എന്നുകൂടി അറിയേണ്ടതുണ്ട് അല്ലേ TV പ്രസാദ്? അത് തന്നെയാണ് വിനീത, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അത് തന്നെയാണ്. ഇനിയിപ്പോൾ ഒരൊറ്റ MLA ഉള്ള ഘടകകക്ഷി ആണെങ്കിൽ പോലും അവർക്കും മന്ത്രിസ്ഥാനം കൊടുക്കുന്ന ഒരു രീതി UDFനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ്. ആത്യന്തികമായി ഇതെല്ലാം UDF അധികാരത്തിൽ വന്നതിന് ശേഷം മാത്രവുമല്ല ഇതിൽ ആരൊക്കെ ജയിക്കും എന്നുള്ളതും പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. എല്ലാവരും ജയിക്കുമോ എന്ന കാര്യത്തിലും എല്ലാവർക്കും ആശങ്കയുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മാണി സി കാപ്പൻ്റെ കാര്യം പറഞ്ഞു. മാണി സി കാപ്പൻ അവിടെ ജയിക്കുകയാണെങ്കിൽ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കാവുന്നതിൽ ഒരാളാണ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ അനൂപ് ജേക്കബ് ഉറപ്പായും മന്ത്രിയാകും ജയിച്ചു കഴിഞ്ഞാൽ, ഭരണം കിട്ടിയാൽ എന്നുള്ളതാണ് UDFിൽ നിന്ന് മനസ്സിലാകുന്ന പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ നേരത്തെ വിനീത വിശദീകരിച്ചതുപോലെ കേരള കോൺഗ്രസിൻ്റെ കാര്യത്തിലാണെങ്കിൽ 2 മന്ത്രിസ്ഥാനം അവർ ആവശ്യപ്പെടും എന്നുള്ളതാണ്. അതിൽ മോൻസ് ജോസഫ് മന്ത്രിയായി മറ്റൊരു ക്യാബിനറ്റ് പദവി നൽകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ജയിച്ച് വന്നാൽ ആരൊക്കെ ആകും എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ച ഇപ്പോൾ തന്നെ വളരെ സജീവമായി നടക്കുന്നു എന്നുള്ളത് വാസ്തവമാണ്. അതോടൊപ്പം തന്നെ കോൺഗ്രസിൽ നിന്ന് ആരൊക്കെയാകും, മറ്റ് പാർട്ടികളിൽ നിന്ന് ലീഗിൻ്റെ കാര്യം ഇപ്പോൾ രഞ്ജിത്ത് പറഞ്ഞു. വലിയ ചർച്ച 2 ഭാഗത്തും നടക്കുന്നുണ്ട്. LDFിലും നടക്കുന്നുണ്ട്. LDFിനാണ് തുടർഭരണം കിട്ടുന്നതെങ്കിൽ അവിടെ എന്താണ് എന്നുള്ള കാര്യത്തിലും വലിയ ചർച്ച പുരോഗമിക്കുകയാണ്. ആത്യന്തികമായി ജയിക്കണം എന്നുള്ളതാണ് വിനീത. അതിന് കുറച്ച് സമയം കൂടി കാത്തിരിക്കണം, മറ്റന്നാൾ രാവിലെ വരെ. അതാണ് ഈ പറഞ്ഞ പേരുകളൊക്കെയും മന്ത്രിസ്ഥാനത്തേക്ക് എത്തണമെങ്കിൽ ജയിച്ചു കയറണം. അത് തന്നെയാണ്. എക്സിറ്റ് പോൾ ഫലങ്ങളുടെ ആത്മവിശ്വാസത്തിലാണ് UDF ക്യാമ്പിൽ ഇത്തരം ചർച്ചകളൊക്കെ നടക്കുന്നത്. അത് പ്രേക്ഷകരിലേക്ക് എത്തിച്ചു എന്ന് മാത്രം. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. ഇനി മണിക്കൂറുകൾ മാത്രമല്ലേ ഉള്ളൂ. TV പ്രസാദ് എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും എല്ലാ ബൂത്തുകളിൽ നിന്നും തത്സമയ അപ്ഡേറ്റുകൾക്കായി ഏറ്റവും ആദ്യം ഫലസൂചനകൾക്കായി റിപ്പോർട്ടിനൊപ്പം തുടരുക. റിപ്പോർട്ടർ, ദ കംപ്ലീറ്റ് ഇലക്ഷൻ ചാനൽ.